പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നും 155 ലക്ഷം രൂപ വിനിയോഗിച്ച് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നും 155 ലക്ഷം രൂപ വിനിയോഗിച്ച് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒപ്പം അതിന്റെ മുകളിലേക്ക് ഒരു 4 ക്ലാസ് മുറികൾക്ക് കൂടി അതേ ഭാഗത്ത് തന്നെ നമുക്ക് മനോഹരമായിരിക്കണം. ഈ കെട്ടിടം നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിന് തല ഉയർത്തി നിൽക്കുന്ന ഒരു കെട്ടിടമായിട്ട് ഇതിനെ മാറ്റാനായിട്ട് നമുക്ക് കഴിയണം. ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസമായിരുന്നു ഈ സ്കൂളിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പല പല കാരണങ്ങളാൽ. ആ കാരണങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് അതിശയം തോന്നും, എന്തുകൊണ്ട് ഞങ്ങൾ അത്രയും ശ്രമിക്കുക പക്ഷെ നടക്കുന്നില്ല. ഞാൻ ഇന്നലെ ഓർത്തു, നമ്മുടെ കായംകുളം അസംബ്ലി മണ്ഡലത്തില് എല്ലാ പഞ്ചായത്തിലും മിനിമം ഒരു 2 സ്കൂളെങ്കിലും വെച്ച് ഈ കാലത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ പത്തിയൂരൊക്കെ 4 സ്കൂളാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതുപോലെ കൃഷ്ണപുരത്ത് ഇപ്പം നമ്മുടെ UP സ്കൂള് 1 കോടിയായിരുന്നു, പിന്നെ 35 ലക്ഷം കൂടി മന്ത്രി അനുവദിച്ചു തന്നു. അതുപോലെ തന്നെ നമ്മുടെ മാവിലേത്ത് സ്കൂള് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ഫണ്ട് അനുവദിക്കപ്പെട്ട സ്കൂളാണ്, അത് പണി നടക്കുന്നു. കീരിക്കാട് സ്കൂള് 2 പ്രാവശ്യം 50 ലക്ഷം വെച്ച് 2 പ്രാവശ്യം കീരിക്കാട് സ്കൂള് നടന്നു. എരിവാൽപ്പി, അതുപോലെ നമ്മുടെ തുണേത്ത് സ്കൂള്, ദേവികുളങ്ങര പഞ്ചായത്തിലെ സ്കൂളുകൾ, ഭരണിക്കാവ് പഞ്ചായത്തിലെ സ്കൂളുകൾ, ചെട്ടികുളങ്ങരയിൽ ഇപ്പം ഒരെണ്ണം പണിതുകൊണ്ടിരിക്കുന്നു, 3 പണി പൂർത്തീകരിച്ചു. അങ്ങനെ എല്ലായിടത്തും സ്കൂൾ കെട്ടിടങ്ങൾ ചെയ്യുമ്പോഴും ചോദ്യചിഹ്നമായി നിന്നൊരു സ്ഥലമാണ് ഇത്രയും പെൺകുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ ഗേൾസ് സ്കൂള്. ഞങ്ങൾ സഹസ്രകോടി പയറ്റിയിട്ട് ഞങ്ങൾക്ക് ഇതങ്ങോട്ട് അഴിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുരുക്കായിരുന്നു. ആദ്യം ഇത് പണിയാൻ വന്നപ്പം ബേസ്മെന്റിന് 1 കോടി വേണം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം തമ്മിൽ അടിയായി. കാരണം നാട്ടുകാരോട് പറയാൻ പറ്റും, 1 കോടി ബേസ്മെന്റ് അല്ല പില്ലർ അടക്കം ചെയ്ത് വരുമ്പോൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് പോവാന്ന് ആദ്യം PWD. അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ്, ഷാമിലിക്ക് അറിയാം. അത് കഴിഞ്ഞ് അതിന്റെ തർക്കമായി ഇവിടുന്ന് വന്ന് വീടല്ലേ ഉമ്മച്ചേച്ചി വീണയിൽ പിന്നെ ഇത് ഭയങ്കര പേടിയാണ്. ഉമാ തോമസ് MLA ഒരു അനുഭവം എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം ഞങ്ങൾ ഒരുപാട് ശ്രമം നടത്തി, പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞില്ല. എന്തായാലും എല്ലാത്തിനും ഒരു സമയം കൊണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഇപ്പം അതിൻ്റെ സമയമായി. ഇനി അങ്ങോട്ട് ഉറപ്പ് ഗേൾസ് സ്കൂള് കായംകുളത്തെ ഏറ്റവും നല്ല സ്കൂളാക്കി നമുക്ക് മാറ്റാൻ കഴിയും. എനിക്കൊരു സങ്കടം, നമ്മുടെ കുറേ മക്കൾ ഈ വർഷം പഠിച്ചിറങ്ങും, അവർക്ക് ഇതിലിരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, അടുത്ത വർഷം പുതിയതായിട്ട് കുട്ടികൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല അധ്യക്ഷയായി. നഗരസഭാ വൈസ് ചെയർമാൻ J. ആദർശ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ രാധാകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. കേശവനാഥ്, വാർഡ് കൗൺസിലർ K. പുഷ്പദാസ്, PTA പ്രസിഡന്റ് A. നസീർ, ഹെഡ് മാസ്റ്റർ R. ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു ജോൺ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീജി S, പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി R. ചന്ദ്രൻ, രാമഭദ്രൻ എന്നിവർ പങ്കെടുത്തു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ്. എത്രയും വേഗം കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. CDNet ന്യൂസ്, കായംകുളം.